സർ, കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്. കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് അങ്ങ് പറയും. അങ്ങയുടെ മറുപടി കേട്ട് കഴിഞ്ഞാൽ ഉണ്ട് എന്നും ഇല്ല എന്നല്ല പറയില്ല, പക്ഷെ ഉണ്ടില്ല എന്ന് പറയും. ഉണ്ടില്ല എന്നുള്ള മറുപടി അല്ല വേണ്ടത്. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറയാൻ തയ്യാറാണ്. നമ്മുടെ MLA-മാരുടെ സ്ഥിതി, ഭരണകക്ഷി MLA-മാരുടെ സ്ഥിതി ആലോചിച്ചാൽ വളരെ പ്രയാസമാണ്. എല്ലാവരും ധരിക്കും ഈ ഗവൺമെന്റ് കൊണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്, MLA-മാരാണ്. സാർ, വിലക്കയറ്റം ലാഭകരമാണ് എന്ന് പറയേണ്ട സ്ഥിതിയാണ് സാർ ഇവിടുത്തെ MLA-മാർക്ക്. ന്യായീകരണ തൊഴിലാളികളായി മാറിയിരിക്കുക. യാഥാർത്ഥ്യ ബോധം എന്താണ്? യാഥാർത്ഥ്യ ബോധത്തോട് കാര്യങ്ങൾ കാണാം. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്താണ് ഇവിടുത്തെ വിലക്കയറ്റം എന്നുള്ളതിനെ കുറിച്ച്. സർ, നിങ്ങൾ പറഞ്ഞില്ല ഈ ഓണത്തെക്കുറിച്ച്. ഓണം വളരെ ആഘോഷത്തോടു കൂടി കൊണ്ടുവന്ന ഒരു വിലക്കയറ്റം ഉണ്ടായിരുന്നില്ല. സർ, ഞാൻ പത്രവാർത്ത ഇവിടെയുണ്ട്. ഓണം കഴിഞ്ഞ് ഈ മാസം ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് എന്നാണ് സർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എവിടെ നിങ്ങളുടെ ആഘോഷം നിങ്ങളുടെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടുകൂടി ആഘോഷിച്ചു. തൊട്ടടുത്ത വീട്ടിലൊന്ന് പോണം സർ. അവരനുഭവിച്ച പ്രയാസം, വിലക്കയറ്റം കൊണ്ട് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം.